വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എന്തൊക്കെയാണ് കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ള 3 ചാപ്റ്റർ, ഐ റിപ്പീറ്റ് അഗൈൻ, 3 ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സോ ഒരു കാരണവശാലും മിസ്സാക്കിയത് 20+ മാർക്കാണ്. അത് ചിലപ്പോൾ 25+ ഒക്കെ ആവാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനും കാണിക്കുക. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വെക്ടർ ഓൾജിബ്രയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന കീഴിലും കുറച്ച് ചോദ്യങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാം. വളരെ സിമ്പിൾ ആണ്. എപ്പോൾ പ്രൊജക്ഷൻ ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. പ്രൊജക്ഷൻ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ, ഐ റിപ്പീറ്റ് അഗൈൻ, പ്രൊജക്ഷൻ ഒരു വെക്ടർ ഓൺ അനദർ വെക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെക്ടർ ഡോട്ട് ദ സെക്കൻഡ് വെക്ടർ ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെക്കൻഡ് വെക്ടർ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എപ്പോഴും. അപ്പോൾ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഈ കാണുന്ന ചോദ്യത്തിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്? എ ഡോട്ട് ബി കണ്ടുപിടിക്കേണ്ടതുണ്ട്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റെപ്പ് എഴുതുന്നില്ല. 1 × 7 7 പ്ലസ് 3 × -1 -3 പ്ലസ് 7 × 8 8 × 7 എന്ന് പറഞ്ഞാൽ 56 ആണ്. ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് √of 7² + 1² + 8². 7² + 1² + 8². സോ ദ ആൻസർ ഈസ് 7 3 കുറച്ചാൽ 4 ആണ്. 56 + 4 60 ആണ്. 60 ഡിവൈഡ് ബൈ 50 64 50 64 √114 ആണ്. സോ ദിസ് ഈസ് ദ പ്രൊജക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഈ ടോപ്പിക്കിന് 2 മാർക്ക് മുതൽ 3 മാർക്ക് വരാം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ കണ്ടോളൂ മക്കളെ. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിപ്പിച്ചു തരും. ബോത്ത് പെർപെൻഡിക്കുലർ ടു ദി വെക്ടേഴ്സ് എ ആൻഡ് ബി. 2 വെക്ടറുകൾ തന്നു. ഐ റിപ്പീറ്റ് അഗൈൻ, 2 വെക്ടറുകൾ തന്നു. എയും തന്നു, ബിയും തന്നു. എയും ബിയും. ഈ 2 വെക്ടറുകൾക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ മക്കളെ, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ക്രോസ് ബി ആണ്. വെരി ഇമ്പോർട്ടന്റ്. എ ക്രോസ് ബി. സോ ഈ കാണുന്ന ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എ ക്രോസ് ബി ആണ്. സോ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. വെരി ഇമ്പോർട്ടന്റ്. കോപ്പി ചെയ്താണല്ല പറഞ്ഞത്. ഇന്നത്തെ ലൈവ് മറന്നു വേണ്ട കേട്ടോ. സൂപ്പർ 60 മറന്നു വേണ്ട. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. IJK ഫസ്റ്റത്തെ കോമ്പണന്റ് 2 2 3, രണ്ടാമത്തിന്റെ 3 5 -2. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ആസ് യൂഷ്വൽ നമ്മൾ എന്താക്കുന്നു? ഈ കാണുന്ന ചോദ്യം ചെയ്യുന്നു. സോ I × 2 × -2 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4 -j നമ്മൾ സാധാരണ ഡിറ്റർമിനന്റ് ചെയ്യുന്ന അതേ രീതി. ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. -j × -4 -9 പ്ലസ് k × 10 -6. ഞാൻ എഴുതുന്ന നമ്പർ മാറിയിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. എന്തായാലും നിങ്ങൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. സോ എനിക്ക് അത് ചെക്ക് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. സോ ദ ആൻസർ ഈസ് -4i മൈനസും മൈനസും പ്ലസ് 13j പ്ലസ് 10 4 കുറച്ചാൽ 4 4k. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ. മക്കളെ, ഈ കാണുന്ന ചോദ്യം നമ്മുടെ എ ക്രോസ് ബി അല്ല കാണാൻ പറഞ്ഞത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു ദി വെക്ടർ. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഈ കാണുന്ന മുഴുവൻ വെക്ടർ ആണ്. ഇനി ഈ കാണുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. എ ക്യാപ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. സോ ഈ കാണുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി? ദാറ്റ് ഈസ് √of 4² പ്ലസ് 13² പ്ലസ് 4². അപ്പം 169 32 1 69 10 201. ഞാൻ കാൽക്കുലേഷൻ ചെയ്തത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം കേട്ടോ. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു. എന്തായാലും ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. -4 -15. ഓ, ഇവിടെ ഒരു -15 ഉണ്ട്. -90 ഉണ്ട് കേട്ടോ. ഓക്കെ, -15 ഉണ്ട്. ഞാൻ എഴുതിയിട്ടില്ല, വെറുതെ അല്ല. -4 -15 ദാറ്റ് ഈസ് -90 വരുന്നുണ്ട് കേട്ടോ. -90. ഓക്കെ, -90. അപ്പോൾ -90ന്റെ സ്ക്വയർ കാൽക്കുലേറ്റർ എടുക്കേണ്ടി വരും. അതിൻ്റെ സ്ക്വയർ താടാ 19 × 19 ദാറ്റ് ഈസ് 361. സോ ദ ആൻസർ ഈസ് 361 പ്ലസ് 169 പ്ലസ് 4² 16. സോ 161 പ്ലസ് 169 പ്ലസ് 16. സോ ഏറെക്കുറെ 546 കിട്ടും. ഓക്കെ, ചെറുതാക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ചെയ്താക്കുക കേട്ടോ. സോ ഐഡിയ ഇത്രേ ഉള്ളൂ മക്കളെ. ഈ കാണുന്നതിന്റെ ആൻസർ നിങ്ങൾ ഫൈനലായിട്ട് ഇടേണ്ടത് വെക്ടർ എന്ന് പറഞ്ഞാൽ -19i ഡിവൈഡ് ബൈ √546. നിങ്ങൾ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കണേ മക്കളെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അടുത്ത് 13j ഡിവൈഡ് ബൈ √546
plus 4k divided by root 546. ഓക്കെ, ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. -4 -15 -19 -4 -9 10 -6 കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ഐഡിയ എന്ന് പറഞ്ഞാൽ മക്കളെ. ഇതിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്നത് ശരിക്കും എന്താണെന്നറിയോ? ഈ കാണുന്നത് ഇത് നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഒരു പാരലലോഗ്രാമിന്റെ, മക്കളെ ശ്രദ്ധിച്ചോളൂ, ഒരു പാരലലോഗ്രാമിന്റെ 2 അഡ്ജസന്റ് സൈഡുകൾ തരും. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ടോപ്പിക് ഒന്ന് നോക്കിയേ മക്കളെ. ഈ കാണുന്ന ടോപ്പിക് ഒന്ന് നോക്കിയേ. ഈ കാണുന്ന ടോപ്പിക് ഓക്കെ, 3 മാർക്കിന് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എ എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. ആദ്യം A ക്രോസ് ബി കാണാൻ പറഞ്ഞു. രണ്ടാമത് എന്താ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം. ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ പറഞ്ഞു. മക്കളെ 2 അഡ്ജസന്റ് സൈഡ് തന്നിട്ട് അതിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വേഗം A ക്രോസ് ബി കാണുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. അതാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതേ ചോദ്യം ട്രയാങ്കിൾ ആയിട്ട് ബന്ധപ്പെട്ട് വന്നാലോ? ട്രയാങ്കിൾ, അതിലേക്ക് ഒരു ഹാഫും കൂടി കയറ്റിയാൽ മതി. ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് ബി. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകേണ്ട കേട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അതുകൊണ്ട് മിസ്സാക്കിയത്. ഇനി അടുത്തായിട്ട് ഈ ചാപ്റ്ററിന് മെയിൻ ആയിട്ട് വരുന്ന 2-3 ചോദ്യങ്ങൾ അതാണ്. ഇനി നിങ്ങൾ പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. യെസ്, ഇതുപോലെ സെയിം ഐഡിയ തന്നെയാണ്. A പ്ലസ് ബി കാണാൻ പറയും, A മൈനസ് ബി കാണാൻ പറയും. എന്നിട്ട് നിങ്ങോട്ട് എന്ത് പറയും? ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A പ്ലസ് ബി ആൻഡ് A മൈനസ് ബി. അപ്പൊ ഈ A പ്ലസ് ബിനെ നിങ്ങൾ എന്താക്കി എടുത്താൽ മതി? സി എന്ന് പറയുന്ന പുതിയൊരു വെക്ടർ ആയിട്ട് എടുക്കുക. A മൈനസ് ബിനെ നിങ്ങൾ എന്തെടുക്കുക? ഡി എന്ന് പറഞ്ഞാൽ പുതിയൊരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ? 2 വെക്ടേഴ്സ് ആണ്. എന്നിട്ട് ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് C ക്രോസ് ഡി കാണുക, യൂണിറ്റ് വെക്ടർ. ഇതാണ് ഈ കാണുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ. C ക്രോസ് ഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വെക്ടർ കിട്ടും, അതിന്റെ യൂണിറ്റ് വെക്ടർ. നമ്മളിപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചതാണ് ഈ കണ്ടത് കേട്ടോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലൈവിലും എന്താക്കും ഇതുപോലെ വെറൈറ്റി ആയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ വെക്ടറിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഞാൻ നേരെ 3Dയിലേക്ക് കിടക്കുകയാണ്. 3Dയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ചോദ്യം ഏത് എന്ന് ചോദിച്ചാൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരു പോയിന്റും തരും, അതിന്റെ ഡയറക്ഷനും തരും. ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ്, ഒരു പോയിന്റ് തരും, അതിന്റെ ഒരു ഡയറക്ഷൻ പാരലൽ വെക്ടറും തരും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പോയിന്റ് ആയിരിക്കും A വെക്ടർ. സോ ഇത് രണ്ടും അറിയാമെങ്കിൽ അതിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് R വെക്ടർ ഈസ് ഈക്വൽ ടു A പ്ലസ് ലാംഡ ബി ആണ്. അതേപോലെ അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് R വെക്ടർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ x മൈനസ് x1 ബൈ A ഈക്വൽ ടു y മൈനസ് y1 ബൈ B ഈക്വൽ ടു z മൈനസ് z1 ബൈ C. ഇതായിരിക്കും ഈ കാണുന്ന ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് എന്തായാലും ചോദ്യം ഉണ്ടാവും. സോ ഒന്നാമത്തെ ഇക്വേഷൻ R വെക്ടർ ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റ് അത് 5i പ്ലസ് 2j മൈനസ് 4k പ്ലസ് ലാംഡ ടൈംസ് ബി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡയറക്ഷൻ 2j മൈനസ് 8k. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇത്ര എഴുതിയാൽ ഇതിന്റെ 2 മാർക്കാണ് അല്ലെങ്കിൽ 1 മാർക്കാണ്. അപ്പോൾ ചോദ്യം എടുക്കുന്ന ആൾക്കനുസരിച്ചിരിക്കും എത്ര മാർക്കാണെന്നുള്ളത്. അത് ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല മക്കളെ. x മൈനസ് x1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ബൈ A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് y മൈനസ് y1 ബൈ B ഈക്വൽ ടു z മൈനസ് മൈനസ് 4 ബൈ C. ഇതാണ് ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്തത് 100% ഷുവർ ഉള്ള അല്ലെ, പ്ലസ് 1 നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും പെട്രോൾ. ഓക്കെ, 100% ഷുവർ ഉള്ള ഇതില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ 5 ലിറ്റർ ആയിട്ട് വരിക ഒരു ചോദ്യം. ഒന്നെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് 100% ഉറപ്പിച്ചോ. 4 മാർക്കിന്റെ ചോദ്യം. ഇപ്പം നിങ്ങൾ നാളെ കാണാൻ പോകുന്ന ചോദ്യം ഇതാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. മക്കളെ ഈ രണ്ടിൽ ഏത് വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 divided by magnitude of B1 cross B2. Okay. ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിൽ നമുക്ക് എന്താക്കാം, ഇട്ട് കൊടുക്കാം. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. എന്താണ് B1, എന്താണ് B2? അങ്ങനെ A പ്ലസ് ലാംഡ B1, A പ്ലസ് മ്യൂ B2, ഇതാണ് B1 B2. ഇനി A1 എന്ന് പറഞ്ഞാൽ എന്താണ്? A പ്ലസ് A1 A പ്ലസ് A2. ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഡയറക്റ്റ് ചെയ്താൽ മാത്രം മതി. എല്ലാവരും ശ്രദ്ധിക്കാം. A1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായി ചെയ്യാം. ഇസ് ഈക്വൽ ടു IJK. ഓക്കെ, B1 ക്രോസ് B2 1 മൈനസ് 1 1 1 മൈനസ് 1 1, അതായത് 2 1 2. സോ ഞാൻ നേരിട്ട് ആൻസർ ഇതാണ്. I ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 3 I മൈനസ് J ഇൻറ്റു 2 മൈനസ് 2 0 പ്ലസ് K ഇൻറ്റു
1 minus minus 2, 1 plus 2, 3. So 3k. പിന്നെ ഉത്തരം -3i plus 3k. ഇതാണ് ഇതിന്റെ B1 cross B2 കിട്ടുക. നമുക്ക് ഇനി അടുത്ത എന്താണ് ചോദിക്കാനുള്ളത്? A2 minus A1. A2ൽ നിന്ന് A1 കുറച്ചാൽ എന്ത് കിട്ടും? A2 മൈനസ് എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 1 കുറച്ചാൽ 1. സോ 1i. അടുത്തത് -1 -2 -3j. അടുത്തത് -1 -1 -2k. ഇതാണ് A2 minus A1. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? B1 cross B2 ഡോട്ട് A2 minus A1 അല്ലേ? അത് രണ്ടും കൂടി ചെയ്ത് നോക്കാം. B1 cross B2 ഡോട്ട് A2 minus A1. ഇത് ചിലപ്പോൾ ചോദിക്കും കേട്ടോ മക്കളെ. ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്യാം. -3 × 1 -3. ഇവിടെ J ഇല്ല, ഇവിടെ J ഉണ്ട്. 0 × -3 0 ആൻഡ് 3 × -2 that is -6. സോ -9 വരും. -9. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇനി അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 cross B2 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 cross B2 എന്താ? ഇവിടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടോ മക്കളെ. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം. 10ാം ക്ലാസ്സിന്റെ ലൈവ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ SSLC കുട്ടികൾക്ക് നാളെ എക്സാം ആണ്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോകൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ മോശമാണെന്നല്ല, ചെയ്യണം, അതിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കി ഐഡിയ ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. കാരണം ഇതേ നമ്പർ തന്നെ ചോദ്യം വരണമെന്നില്ല. ഈ ഒരു ഐഡിയയിലെ എന്തായാലും പരീക്ഷയ്ക്ക് വരുള്ളൂ. സോ B1 cross B2 എന്ന് പറഞ്ഞാൽ 3² + 3² that is √18. √18 നിങ്ങൾക്ക് വേണമെങ്കിൽ √9 × 2 that is equal to 3√2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എത്ര വരും? സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 cross B2 ഡോട്ട് A2 minus A1 ഡിവൈഡ് ബൈ. സോ ഇതിന് ആൻസർ -9 9/3√2. സോ 9 നാനും 3 വെട്ടാം. സോ 3/√2. 3/√2 നമുക്ക് വേണമെങ്കിൽ രണ്ട് ഭാഗത്ത് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3√2/2 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ. ഇത്ര യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതല്ലെങ്കിൽ ഈ കാണുന്ന ചോദ്യമായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. x1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് പോയിന്റുകളാണ്. സോറി, A1 വെക്ടർ എന്ന് പറഞ്ഞാൽ -i -j ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കേണ്ടി എപ്പോഴും -k. കാരണം എന്താ വെച്ചാൽ x - x1 അല്ലേ. A2 എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓപ്പോസിറ്റ് -3 ഓപ്പോസിറ്റ് 3 -5 × 5 -7 പ്ലസ് ആണ്. ഇതേപോലെ B1 കണ്ടുപിടിക്കുക. B1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഒരു ഓപ്പോസിറ്റും എടുക്കേണ്ട. 7i -6j + k. B2 എന്ന് പറഞ്ഞാലോ 1 -2 -1. ഇനി ഈ സെയിം ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇതിൽ അപ്ലൈ ചെയ്താൽ ഈ കാണുന്ന ടോപ്പിക്കുമായി സെയിം ഐഡിയ ഇതേ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാങ്ങാം. 4 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്കിന് അതാണ് വരിക. ഇനി അത് രണ്ടും അല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് രണ്ടും വരും, അതിന്റെ പുറമെ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കിട്ടുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ഇതുപോലെ 2 ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും: റെപ്രസെന്റ് ദ എബോവ് ലൈൻസ് ഇൻ കാർട്ടീഷ്യൻ ഫോം. ഇതിപ്പോൾ നമുക്കറിയാം വെക്ടർ ഫോമിലാണ്. ഇത് നമുക്ക് x - x1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. x - x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് 1 ബൈ a എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു y - y1 എന്ന് പറഞ്ഞാൽ 2 ബൈ, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. ഇവിടുന്ന് അങ്ങോട്ട് എഴുതുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, x - x1 1 x2 2 സോറി x1 y1 z1. സോ z minus 3 divided by 2. ഇതാണ് x - x1 by a, y - y1 by b, z - z1 by c. ഓക്കെ, ഇതാണ് ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കും. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നിട്ട് വെക്ടർ ഫോം. അപ്പോൾ ഇത് x1 y1 z1 അതായത് a വെക്ടർ, ഇത് b വെക്ടർ. നേരെ ഡയറക്റ്റ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം നോക്കിയാൽ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഈ കാണുന്നതിന്റെ ആംഗിൾ, ഇത് രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ ആംഗിൾ കാണാൻ അറിയാത്ത ആൾ ഇത്രേ ഉള്ളൂ. cos θ = എഴുതി വെച്ചോളൂ. cos θ = b1 ഡോട്ട് b2. ഇതിൽ നമ്മൾ a1 a2 ആവശ്യമല്ല. a1 ഡോട്ട് b2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × b2. magnitude of b1 × b2. അത് a ഡോട്ട് b ബൈ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? cos θ = a ഡോട്ട് b ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b. അതേ ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. b1 ഡോട്ട് b2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × മാഗ്നിറ്റ്യൂഡ് ഓഫ് b2 ആണ്. സോ b1 ഡോട്ട് b2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം b1 എന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ളതാണ്. സോ 1 × 2 2 പ്ലസ് -3 × 3 -9 പ്ലസ് 2 × 1 divided by magnitude of b1 × magnitude of b2, that is root of 1² plus
മൈനസ് 3ന്റെ സ്ക്വയർ 3 സ്ക്വയർ 1 പ്ലസ് 9 പ്ലസ് 4 ഇൻറ്റു 1ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ. സോ എത്ര കിട്ടും? 2 2 4 4 9 5 ഡിവൈഡ് ബൈ 9 4 13 റൂട്ട് 13 ഇൻറ്റു 9 4 13 റൂട്ട് 14 റൂട്ട് 14 ഇൻറ്റു റൂട്ട് 14. സോ 5 ബൈ റൂട്ട് 40 ഇൻറ്റു 40. സോ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 5 ബൈ റൂട്ട് 40 5 ബൈ 40. ഓക്കെ അല്ലേ? B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു B2. ഓക്കെ, സോ ഈ ഒരു ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇനി നമുക്കൊരു ചാപ്റ്റർ കൂടി ഇതേപോലെ പറയാനുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഏതാണ്? അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്, മറക്കണ്ട. ഇതേപോലെ നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്കാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യവും നമ്മുടെ കാണിച്ചു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റൻ ആണ്. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ യൂണിഫോം റേറ്റ് 3 cm/s ആണ്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് അല്ലേ, റേഡിയസ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, 3 ആണ്. ഓക്കെ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് dA/dt എത്ര എന്നാണ് ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. റേഡിയസ് 10 ആവുന്ന സമയത്ത് ഇതിന്റെ ഏരിയ എത്ര? അപ്പൊ നമുക്കറിയാം dA/dt ഒരിക്കലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. സോ നമുക്ക് എന്താക്കണം, ടൈമിനെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ഇതിന്റെ ഐഡിയ വരിക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്. ഈ കാണുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐഡിയ ഇതാണ്. അപ്പോൾ ഏരിയന് ഒരിക്കലും വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഏരിയ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? റേഡിയസ് ആണ്. സർക്കിൾ റേഡിയസുമായിട്ടാണ് കണക്റ്റഡ്. ഏരിയ എന്ന് പറഞ്ഞാൽ റേഡിയസുമായിട്ടാണ് കണക്റ്റഡ്, ടൈമുമായിട്ടല്ല. സോ ഇതാണ് ഇതിന്റെ ആൻസർ. സോ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. സോ dA/dr എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ മക്കളെ, ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളും ഒരുപാട് വെറൈറ്റി ക്വസ്റ്റൻസ് നമ്മൾ ഇന്നത്തെ 60 സൂപ്പർ എക്സിൽ ഡിസ്കസ് ചെയ്യും, മറന്നു പോയത് കേട്ടോ. സോ ഇതിന് ആൻസർ ഇത്രയുള്ളൂ. 2πr ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 3 ആണ്. dr/dt സോറി, r എന്ന് പറഞ്ഞാൽ 6 തന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, 6 എത്ര ആവുന്ന സമയത്ത്? 10 ആവുന്ന സമയത്ത് 2π ഇൻറ്റു 10 ഇൻറ്റു dr/dt പറഞ്ഞാൽ 3 ആണ്. സോ 3 ഇൻറ്റു 2 6π ഇൻറ്റു 10 ദാറ്റ് ഈസ് 60π ആണ് ആൻസർ. 3 ആണ് ആൻസർ വരിക കേട്ടോ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പവർഫുൾ ആണ് കേട്ടോ. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ πr² എങ്ങനെ 2πr ആയി? 2 ഇൻറ്റു πr, അതാണ് ഡെറിവേഷൻ. r² ഡിഫറൻഷിയേഷൻ എന്താണ്? 2r ആണ്. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ കറക്റ്റ് അല്ലടാ, ഇതേപോലെ ഞാൻ വീണ്ടും പറയാണ്, ഇത് നമുക്ക് ലൈവിൽ ഡിസ്കസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവെല് കാണാൻ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം 100% ഉണ്ടാവും കേട്ടോ, 100%. ഒന്നെങ്കിൽ ഇന്റർവെല് കാണാനുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്താക്കുക ഇതുപോലെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് വരും. 2 വന്നാലും നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇൻക്രീസിങ് ആണ് എങ്കിൽ ഓൾവേസ് ഇൻക്രീസിങ് ആണ്. ഓൾവേസ് ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്കറിയാം f' എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഏതോ ഈക്വൽ ടു 0 അല്ല, ഗ്രേറ്റർ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ, ഓൾവേസ് ഇൻക്രീസിങ് ആണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്, അത് f' ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇനി വെറും ഇൻക്രീസിങ് എന്നാണ് പറഞ്ഞെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കുക, അതാണ് കണ്ടീഷൻ. ഇനി ഡിക്രീസിങ് ആണെങ്കിൽ ലെസ് ദാൻ 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. ഈ ചാപ്റ്ററിന് ഏത് ചോദ്യം വന്നാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ x³ ആണെങ്കിൽ 3x² മൈനസ് 6x പ്ലസ് 4 ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഈ പ്രൂവ് ചെയ്യാനായതുകൊണ്ട് ഈ രീതിയിൽ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ട്വിസ്റ്റ്, ചെറിയൊരു അറേഞ്ച്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടത് വരും. ഇത്രേ ഉള്ളൂ. +4 ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിനെ 3+1 എന്ന് എഴുതാം. അത് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ആണ്, ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. ഇനി ഇതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ലൈവിൽ നിങ്ങൾ വരണം, ഇത് മാത്രം കണ്ടാൽ പോരാ, ലൈവ് നിർബന്ധമായിട്ടും കാണണം. കുറച്ചധികം വെറൈറ്റി അതിലുണ്ട്. അപ്പോൾ അത് രണ്ടുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററും ഫുൾ മാർക്ക് തന്നെ കിട്ടും, എല്ലാ ചാപ്റ്ററും കേട്ടോ. സോ ഇത് ഞാൻ എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്കറിയാം 3 കോമൺ ആണ്. സോ ഇതിന് നമുക്ക് എന്ത് 3 പുറത്തെടുത്താൽ x² - 2x + 1 എന്ന് കിട്ടും. ഓക്കെ, നോക്കൂ, 3 × x², 3 × -6x, 3 × 1 3. പിന്നെ ഇവിടെ ഒരു +1 കൂടി അധികം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് എന്താണ്? 3 × x² - 2x + 1 എന്ന് പറഞ്ഞാൽ x - 1 ഹോൾ സ്ക്വയർ ആണ് അല്ലേ, a - b ഹോൾ സ്ക്വയർ ആണ് +1. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. x - 1 ഹോൾ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ മക്കളെ, 3 × ഇത് എന്തായിരിക്കും? 3 × x - 1 ഹോൾ സ്ക്വയർ, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 × x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. ഇത് 3 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ എന്താണ്? f' ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്.
അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ 0 ആണ്. സോ ഫംഗ്ഷൻ ഈസ് എന്താണ്? ഇൻക്രീസിംഗ് ആണ്. സെറ്റ് ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇത് നിങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും ശ്രദ്ധിക്കാം. ഇതല്ലെങ്കിൽ നിങ്ങളോട് പരീക്ഷ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതുപോലെ ഇന്റർവെല് കാണാൻ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതുപോലെ ഇന്റർവെല് കാണാൻ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനോ 3 മാർക്കിനോ 100% ഷുവർ ആണ്. സോ അടുത്തൊരു ചോദ്യം എന്താ? ഇന്റർവെല് കാണാനാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? എഫ് ഡാഷ് ഓഫ് എക്സ് കാണുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2x - 6 ഇതുപോലെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. എന്നിട്ട് സ്റ്റെപ്പ് 2 ഇതിനെന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പൊ 2x - 6 = 0 ആണെങ്കിൽ 2x = എന്തായിരിക്കും? 6 ആയിരിക്കും. x = 6/2 ആയിരിക്കും. ഇതാണ് ഇന്റർവെല് കാണാനുള്ള മെത്തേഡ്. ഓക്കെ, ഇന്റർവെല് കാണാനുള്ള സ്റ്റെപ്പുകളാണ്. നിങ്ങൾ ഈ ചോദ്യമല്ല പഠിക്കേണ്ട, ഈ സ്റ്റെപ്പുകളാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സ്റ്റെപ്പുകളാണ്. ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം, എന്നിട്ട് അതിന് 0 കൊടുക്കുക. എന്നിട്ട് അതിനെ വെച്ച് നമ്മൾ ഇന്റർവെൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. -∞ +∞. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഇന്റർവെൽ കിട്ടും. -∞ to 3 3 to ∞. അത് ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എന്നിട്ട് ഈ രണ്ടിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. ഞാൻ x = 0 കൊടുത്തു. എന്നിട്ട് ആ എഫ് ഡാഷിൽ കൊടുക്കുക. എഫ് ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് 0 2 × 0 - 6 ആണ്. അത് <0 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എഫ് ഡാഷ് ഓഫ് എക്സ് <0 ആണെങ്കിൽ അത് ഡിക്രീസിംഗ് ആണ്. സോ ഈ കാണുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ കാണുന്ന ഇന്റർവെൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻക്രീസിംഗ് ഏത് ഇന്റർവെൽ ആണെന്നാണ് ചോദിച്ചത്. സോ രണ്ടാമത്തെ ഇന്റർവെൽ നോക്കാം. 3 to ∞. ഞാനിപ്പോൾ ഒരു 4 എടുത്തു. അപ്പൊ എക്സിന് 4 എടുത്താൽ എന്താ കിട്ടുക? 2 × 4 - 6. എക്സിന് ഞാൻ 4 എടുത്താൽ എഫ് ഡാഷ് ഓഫ് 4 = 2 × 4 8 - 6 that is 2 <0 ആണ്. അപ്പോൾ മനസ്സിലായി ഇതെന്താണ്? ഇൻക്രീസിംഗ് ആണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ എത്രയാണ്? 3 to ∞ ഈ കാണുന്ന ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. ഇനി ചിലപ്പോൾ ഇതേപോലെയുള്ള ടോപ്പിക് തന്നെ നിങ്ങൾക്ക് 2 ഇന്റർവെലുകളൊക്കെ തരും. അതായത് 2 ക്രിട്ടിക്കൽ പോയിന്റ് ഒക്കെ കിട്ടും. അത് നമുക്ക് എന്താക്കാം? പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം പബ്ലിക് ലൈവ് നമ്മുടെ ലൈവ് മിസ്സാക്കണ്ട കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഒരു മോഡൽ അതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ കാണിച്ചാൽ ഇതേ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വന്ന ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് ലോക്കൽ മാക്സിമം മിനിമം. ഇത് 2 രീതിയിലാണ് ചോദ്യങ്ങൾ വരാം. ഒന്നെങ്കിൽ ഇതുപോലെ പോളിനോമിയൽസ് തന്നുകൊണ്ടൊരു ചോദ്യം, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? ഈ പോളിനോമിയൽ ഇല്ലാതെ ഒരു വലിയൊരു സെന്റൻസ് തന്നുകൊണ്ട് ഒരു കേസ് സ്റ്റഡി ടൈപ്പ്, ആ സെന്റൻസ് നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു ചോദ്യം. ആ രണ്ടിൽ ഏതെങ്കിലും ചോദ്യമായിരിക്കും വരാം. അപ്പൊ ഏത് ചോദ്യം വന്നാലും, ഇക്വേഷൻ തന്നാലും ഇക്വേഷൻ തന്നില്ലെങ്കിലും, ഇക്വേഷൻ തന്നില്ല നിങ്ങൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. സ്റ്റെപ്പ് എഴുതി വെച്ചോളൂ. നമുക്ക് 4 × 3 12x³ + 12x² - 24x കിട്ടും. അത് നമ്മൾ അതിന്റെ കൂടെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കാണണമെങ്കിൽ കാണാം, ഇനി അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ എന്ത് കിട്ടും? 3 × 12 that is 36x² + 24x - 24. അത് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിന് 0 കൊടുക്കുക. ഇതാണ് എല്ലാ ചോദ്യത്തിന്റെ സ്റ്റെപ്പ്. ഇവിടെ 12 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 12 × x³ അതായത് 12x തന്നെ പുറത്തെടുക്കാം. ഈ കാണുന്ന ചോദ്യത്തിൽ എന്തൊക്കെ പുറത്തെടുക്കാം? 12x 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 പുറത്തെടുക്കാം. 12x × x² + x - 2 = 0. എഫ് ഡാഷ് ഓഫ് എക്സിന് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് 2 കേസ് കിട്ടി. ഒന്നെങ്കിൽ 12x = 0 ആയിരിക്കും, അല്ലെങ്കിൽ x² + x - 2 = 0 ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി 12x 0 ആണെങ്കിൽ x = 0. ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റാ. ഓക്കെ, x² + x - 2 = 0 ആണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ -b ± വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ a + b = -1 ab = -2. ഇത് ശരിയാവുന്ന കണ്ടീഷൻ ഏതാ നോക്കിയാൽ മതി. അപ്പൊ ab = -2 ആണെങ്കിൽ ഒരു നമ്പർ 2 ഒരു നമ്പർ -1 ഓർ ഒരു നമ്പർ -2 ഒരു നമ്പർ 1. അപ്പൊ നമുക്ക് മനസ്സിലായി -2 and 1 ആണ് ശരി. -2 × 1 -2 -2 + 1 -1. സോ -2 and 1. അപ്പൊ നമുക്ക് എത്ര ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി? 3 ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. There are 3 critical points. Critical points are ഏതൊക്കെയാണ്? 0 1 and -2, അല്ലെങ്കിൽ -2 0 1. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ f" ഈ കാണുന്ന ഓരോ വാല്യൂസും കൊടുക്കുക. f". അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നമ്പർ പുറത്തെടുക്കണേ എടുക്കാം. അപ്പോൾ ഞാൻ 0 കൊടുത്തു. അപ്പോൾ 0 കൊടുക്കുമ്പോൾ ഇതെല്ലാം -24 കിട്ടും. -24 that is <0. മക്കളെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. f" <0 ആണെങ്കിൽ there exists local maxima. Local maxima at x = 0. x = 0 മാക്സിമം ഉണ്ട്. മാക്സിമം വാല്യൂ ഈസ് f(0). അതാണ് ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം അറ്റ് x = 0 ആൻഡ് മാക്സിമം വാല്യൂ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്ര വരെ എഴുതിയ ഫുൾ മാർക്കാണ്. വാല്യൂ കാണാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ f(0) കൊടുക്കണം. അപ്പോൾ f(0) പറഞ്ഞാൽ ഇതൊക്കെ 0 ആയി പോകും. 12 ആണ് ഇതിന്റെ ഈ കാണുന്ന പോയിന്റിലെ മാക്സിമം വാല്യൂ. ഇനി അടുത്തത് f'(0) കഴിഞ്ഞാൽ അടുത്ത് 1 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? f'(1) കൊടുത്താൽ 36 24 -24 വെട്ടും. ഇത് പോസിറ്റീവ് കിട്ടും.
36 അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദർ എക്സിസ്റ്റ് ലോക്കൽ മിനിമ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമയാണ് അറ്റ് എക്സ് ഈക്വൽ ടു 1. സോ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മിനിമം വാല്യൂ ഈസ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാടാ? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 + 4 7, 12 - 12 വെട്ടിപ്പോയി, അപ്പോൾ 7 കിട്ടും. ഇതേപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 നിങ്ങൾ കാണുക. അത് മാക്സിമം ആണോ മിനിമം ആണോ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് മിനിമം വാല്യൂ ആണ് മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ ആണ് മാക്സിമം വാല്യൂ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഞാൻ വിചാരിച്ചത്. ഏകദേശം ഇത്ര ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 20+ മാർക്ക് ഉണ്ടാവും. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും എന്താക്കുക, ഇന്നത്തെ ലൈവിലേക്ക് വരിക, ബാക്കി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.